നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മളെ കുഞ്ഞുമക്കളെ പുതിയതായി സ്കൂളിൽ ചേർക്കുന്ന തിരക്കിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടാകുക. എവിടെയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ കൊണ്ടാക്കേണ്ടത്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെയാണ് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ കൂടെ മതവിദ്യാഭ്യാസം കൂടെ കൊടുക്കാൻ നമ്മൾ ആരും മറക്കരുത് എന്നതാണ് അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ നമ്മളൊക്കെ അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മക്കളെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആ കൂട്ടത്തിൽ വ്യത്യസ്തമായൊരു സംരംഭത്തെക്കുറിച്ച് ഇന്ന് രണ്ടുപേരിൽ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താ അറിയോ സുഹൃത്തുക്കളെ, സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന ഒരു മഹത്തായ സംരംഭം 1ാം ക്ലാസ് മുതൽ PG വരെ, അഥവാ നീണ്ട 17 വർഷം വരെ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവിന്റെ ദീന് അവരുടെ ഭൗതിക പഠനത്തിനൊരു കുറവ് പോലും വരുത്താതെ കൂടെ അവർക്ക് ദീനും കിട്ടുന്ന നല്ലൊരു സംവിധാനം അൽഹംദുലില്ലാഹ് നമുക്ക് സംവിധാനിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് അതിന്റെ വിദ്യാഭ്യാസം നടക്കുന്നത്. ഒന്ന് 1ാം ക്ലാസ് മുതൽ 5 വരെ, 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പ്രാദേശിക സെന്ററുകളിലായിക്കൊണ്ട് ഞായറാഴ്ചകളും മറ്റു ഒഴിവു ദിനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനും അറബിക്കും ഇസ്ലാമിക് സ്റ്റഡീസ് ഈ 3 സബ്ജക്റ്റുകൾ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 മുതൽ 10 വരെ അവരുടെ ഹോസ്റ്റൽ സംവിധാനത്തിൽ പഠിക്കുന്ന രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. 3ാമത്തെ ഘട്ടം +1 മുതൽ PG വരെ ഒരു 7 കൊല്ലം അവർ പിന്നെ ഒരു മെയിൻ ക്യാമ്പസിൽ പോയി പഠനം എടുക്കുന്ന രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇങ്ങനെ 17 വർഷം കഴിയുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ അല്പാൽപമായി വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഹിഫ്ള് ചെയ്തിരിക്കും. ഒരു PGക്കാർ ഒരു 22 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവൻ വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഹൃദ്യസ്ഥമാക്കിയ 1ാം തരം ഹാഫിളായി മാറിയിട്ടുണ്ടാകും. 5ഓ 6ഓ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവനായിക്കൊണ്ട് അവൻ മാറിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ഭൗതിക പഠനത്തിൽ ഒരു അല്പം പോലും പിറകിൽ പോകാതെ അവനക്ക് എല്ലാ തലത്തിലേക്കും എഞ്ചിനീയർ ആകണമെങ്കിൽ ആ നിലയിലേക്ക് തിരിയാൻ പറ്റുന്ന, ഡോക്ടർ ആകണമെങ്കിൽ അതിലേക്ക് തിരിയാൻ പറ്റുന്ന അവന്റെ അഭിരുചികൾക്കനുസരിച്ച് ആ ഭൗതിക പഠനവും ആ ഒരു ഘട്ടത്തിൽ 3ാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ അവനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദീനും ദുനിയാവും ഒരുമിച്ച് ഒരേ നിലവാരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു സംരംഭം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെയൊക്കെ പ്രദേശത്തടുത്ത് കൊടുവായൂരിൽ അതിന്റെ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീനാണ് പരിഹാരം, ദീനാണ് പരിഹാരം. നമുക്കൊക്കെ ഒരു പക്ഷേ വൈകി കിട്ടിയത് ദീനായിരിക്കും. കിട്ടിയപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറെ മുമ്പ് കിട്ടണമായിരുന്നു എന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവർ ഹാഫിളായാൽ ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ആദരവുണ്ടെന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരലോകത്ത് ഹാഫിളായ ഒരു കുട്ടിയുടെ ഉപ്പയും ഉമ്മയും വരുമ്പോ അള്ളാഹുവിനെ കിരീടം വെച്ച് അവരെങ്ങനെ വെയിറ്റ് ചെയ്യുമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. നല്ല വലതും സാലിഹുൻ യദ്ഉ ലഹു, മതബോധമുള്ളൊരു മകനെ മകളെ ബാക്കി ആക്കിയിട്ടാണ് 6 അടി മണ്ണിലേക്കുള്ള നമ്മുടെ യാത്രയെങ്കിലും സുഹൃത്തെ സന്തോഷത്തോടുകൂടെ യാത്ര തിരിക്കാൻ പറ്റും. കാരണം അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. നാളെ പരലോകത്തെത്തുമ്പോ അവനിക്ക് ഉന്നതമായ പദവികൾ ലഭിക്കുമ്പോൾ പടച്ചോനെ ഇത് കിട്ടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു മറുപടി പറയുമെന്നാണ്. ഇത് നിന്റെ കർമ്മങ്ങൾ തന്നെയാണ്. എന്താ കർമ്മം? നീ ബാക്കി വെച്ച നിന്റെ മകനുണ്ടല്ലോ, മകളുണ്ടല്ലോ, അവൻ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടെ മതവിദ്യാഭ്യാസത്തിന് നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. ബന്ധപ്പെട്ട ഭാരവാഹികളോട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ പരിചയത്തിലുള്ള കുട്ടികളൊക്കെ അവിടെ എത്തി ആ ഒരു വിദ്യാഭ്യാസം നുകരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ ഹാസിലാക്കി തരുമാറാകട്ടെ.